ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിനെ കുറച്ച് നല്ലോണം ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അതായത് എനിക്ക് എസ്പെഷ്യലി എൻ്റെ ഫേസ് നോക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്റ്റേജ് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ. അത് മാത്രമല്ല ഒരു ഡൾ ഫീൽ ഉണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഇരുണ്ട പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈയിടെയായിട്ട് പിമ്പിൾസ് ഒക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെയൊക്കെ ആകെപ്പാടെ കുരുക്കളുടെ ആ ഒരു എന്താ പറയുക ബ്ലാക്ക് സ്കാർസും എല്ലാം വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, അത് അത്ര നല്ല ക്യാരക്ടർ അല്ല. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നാലും ഇതേപോലെ പിമ്പിൾസ് ഒക്കെ എൻ്റെ ഫേസിൽ ഉണ്ടായിരിക്കും. എനിക്കത് പൊട്ടിച്ച് കളയാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അങ്ങനെ പൊട്ടിച്ച് ആകെപ്പാടെ ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. പലപ്പോഴും വീഡിയോ എടുക്കാനുള്ള ചില മടികളൊക്കെ കാരണം ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണിച്ചില്ല അല്ലേ. അതായത് ആൽപ്സ് ഗുഡിൻ്റെ പൊംഗ്രാനൈറ്റ് പൗഡർ ആണ് കേട്ടോ. ഇത് നമുക്ക് സ്കാൽപ്പിലും യൂസ് ചെയ്യാം, നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു ഡ്രൈനെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ബ്ലെമിഷേഴ്സും ഫൈൻ ലൈൻസ് ഒക്കെ പോകും കേട്ടോ. ഇത് നോർമലി നമ്മൾ ഈ ഒരു പൗഡർ പ്ലസ് വാട്ടർ ആഡ് ചെയ്തിട്ട് പോലും നമ്മുടെ ഫേസിൽ മിക്സപ്പ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഫേസ് പാക്ക് ആയിട്ട് ഇട്ട് കഴിയുകയാണെങ്കിൽ തന്നെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും ഈ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കുറച്ചൊന്ന് അഡ്വാൻസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്കുള്ള തൈര് എടുക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇനിയിപ്പോൾ കട്ടിക്കുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ആൽപ്സ് ഗുഡിൻ്റെ പൊംഗ്രാനൈറ്റ് പൗഡർ. അപ്പം നല്ലോണം സിക്കറൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കവറിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കിനി മിക്സ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇനി ഒരുപാട് പൗഡറായിപ്പോയി തൈരിനെക്കാട്ടിലും ആ ഒരു കൺസിസ്റ്റൻസി കൂടിപ്പോയാൽ പണി പാളുമല്ലോ. ഇനി നമുക്ക് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചേക്കാം. ശരിക്കും നമ്മളിത് വീക്കിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യരുത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ നമ്മൾ എപ്പോഴും ഫേസ് പാക്സ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നുകൂടെ ഡ്രൈ ആകും കേട്ടോ. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ പറയുക ബെനിഫിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനത്തെ പാക്കൊക്കെ എടുക്കുമ്പോഴേ നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം. അത് എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി ഈ ഒരു പൗഡറൊക്കെ ഇതിൽ നല്ലോണം സോൾവ് ആയാലുള്ളൂ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക മാസ്ക് ഒന്നും ഇടുന്നതുകൊണ്ട് അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എസ്പെഷ്യലി നമുക്ക് ടാനൊക്കെ ഉള്ള ടൈമിലൊക്കെ ബെസ്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അതായത് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ആകെപ്പാട് കരുവാളിച്ച് ടാനൊക്കെ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒരു പാക്കാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആ ഒരു തൈരെടുത്തതിൻ്റെ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് ഇടാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു മാസ്കാണ്. ഇനി വർത്താനം പറഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നമുക്ക് മിണ്ടാതെ ഇരുന്ന് ഫേസ് പാക്ക് ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്, അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റനിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് ലീവ് ഇറ്റ് ചെയ്ത് ജസ്റ്റ് വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും എഫക്റ്റീവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്നാൽ പ്രൈസ് വൈസ് അഫോർഡബിൾ ആണ് താനും. നമുക്ക് ബ്ലാക്ക് സ്പോട്ടും സ്കാർസ് ഒക്കെ ഉള്ള ഏരിയയിൽ കുറച്ചുകൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇവിടെ എനിക്ക് ആ ഒരു പിമ്പിൾസ് ഒക്കെ പൊട്ടിച്ചളഞ്ഞതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ട് ഡാർക്കായിട്ട്. അപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റാണ് നമ്മൾ ഫേസിൽ വെക്കേണ്ടത്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പം ഏറെക്കുറെ ഡ്രൈ ആവും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ
ബാലൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഇതേപോലത്തെ പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ സ്റ്റേജ് ആകുമ്പോൾ വീണ്ടും നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു പാക്ക് എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്തപ്പം ആദ്യമേ തന്നെ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ആ ഒരു ഡ്രൈനെസ് തോന്നുന്നില്ല കേട്ടോ. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലും സെൻസിറ്റീവ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ തൈര് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം ഡാർക്ക് സ്പോട്ടും ബ്ലെമിഷേഴ്സും ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ നല്ലോണം റെഡ്യൂസ് ആവും. അതേപോലെ തന്നെ ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ ടാനൊക്കെ അടിച്ച് കരിവാളിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ഇനി അതുമല്ല ഒരുപാട് വെയിലൊക്കെ കൊണ്ടിട്ട് ആകെപ്പാടെ കറുത്ത് നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഡെയിലി നമ്മൾ തൈര് അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുക്കും. അപ്പോൾ തൈരിന്റെ കൂടെ ഈ ഒരു ആൽപ്സ് ഗുഡിന്റെ പൊംഗ്രാനൈറ്റ് പൗഡർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്ക് 100% റിസൾട്ട് കിട്ടും. ഇതിന്റെ കൂടെ ജസ്റ്റ് വാട്ടർ മാത്രം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ പോലും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് തൈരും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. ശരിക്കും നമുക്ക് ഷുവറായിട്ട് എനിക്ക് അറിയാം, ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 100% റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്യാം. ഏറെക്കുറെ വാഷ് ഓഫ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ വാഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഒന്ന് ജെന്റിലി ഒന്ന് സ്ക്രബ് ഔട്ടും കൂടെ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ടും ഫേസ് വാഷ് ചെയ്തിരിക്കണം. ഫേസ് മസ്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഫേസ് കണ്ടാൽ അറിയാൻ പറ്റും നേരത്തെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു സ്റ്റേജും ഇപ്പം ആഫ്റ്റർ വാഷും നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്കും നന്നായിട്ട് ആ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസൊക്കെ ആകെ പാടി കരിഞ്ഞ് ചുളിവിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ടോണറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അതായത് മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ടോണർ അപ്ലൈ ചെയ്യാത്തത്. നമ്മുടെ ലാക്മിയുടെ പീച്ച് മിൽക്കാണ്. ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ മാക്സിമം മോയ്സ്ചറൈസർ എടുക്കുക, നമ്മുടെ സ്കിന്നിന് നീഡഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഇട്ടാലേ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. ആ ഒരു ഡ്രൈനെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സൂത്തിങ് എഫക്റ്റും അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേഷനും നമുക്ക് നിലനിർത്തണമല്ലോ. ജസ്റ്റ് വെളുപ്പ് മാത്രം പോരല്ലോ. അപ്പോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഭയങ്കര കിടിലൻ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരിക്കും ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ജസ്റ്റ് ഇനിയിപ്പോൾ തൈരില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. അതായത് ആ ഒരു പൊംഗ്രാനൈറ്റിൻ്റെ പൗഡർ പ്ലസ് വാട്ടർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്യാത് തേക്കാൻ പറ്റും. ഇനിയിപ്പോൾ നോർമൽ റോസ് വാട്ടർ ആണെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. തൊണ്ടയ്ക്ക് എന്തോ ചെറിയ പ്രശ്നം. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് 100% റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലൈവായിട്ട് എൻ്റെ ഫേസിൽ അറിയാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഷുവറായിട്ടും ഇനിയിപ്പം എനിക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അതായത് കണ്ടില്ലേ ഇവിടെ കുറേ ബ്ലാക്ക് സ്പോട്ടും ബ്ലെമിഷേഴ്സ് അല്ല സോറി സ്കാസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതേപോലെ DIY എല്ലാം ഉണ്ടാക്കി പരീക്ഷിച്ച് വേണം ഇനി മാറ്റിയെടുക്കാൻ വേണ്ടി. ഒരാവശ്യമില്ലായിരുന്നു, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഷുവറായിട്ട് 100% ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.